എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലെ മാത്സ് പോർഷനിലെ മൊഡ്യൂൾ 1 ആണ്, അതായത് കാൽക്കുലസ് പോർഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കുള്ളത് ഫംഗ്ഷൻസ് ഉണ്ട്, റിലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, ദെൻ ഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, അതുപോലെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയും പോർഷൻസ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫംഗ്ഷന്റെയും റിലേഷന്റെയും കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. First problem, if f from R to R and g from R to R defined by f of x equal to x square and g of x equal to x plus 1. അങ്ങനെയാണെങ്കിൽ g കോമ്പോസിഷൻ f of x എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോമ്പോസിഷൻ ഫംഗ്ഷൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം f of x എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, f of x equal to x square ആണ്, അതുപോലെ തന്നെ g of x equal to x plus 1 ആണ്. അതായത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഉള്ളതെല്ലാം എന്താക്കും, എക്സ് പ്ലസ് 1 ആക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സിനെ എക്സ് സ്ക്വയർ ആക്കും. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അതായത് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ജി ഓഫ് എന്ത് വരും, എഫ് ഓഫ് എക്സ് എന്ന് വരും, അല്ലേ? സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എന്തെന്ന് കൊടുക്കാം, എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം. സോ എന്തെന്ന് കിട്ടും, നമുക്ക് ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി നോക്കി, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് പ്ലസ് 1 ആണ്. എക്സിന്റെ കൂടെ എന്തോടെ ആഡ് ചെയ്യും, 1 കൂടി ആഡ് ചെയ്യും, എക്സ് പ്ലസ് 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടും. സോ നമുക്ക് ഇതെന്ന് പറയണത് എന്തായിരിക്കും, എക്സ് സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. ഓക്കെ, സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ സെറ്റ് ഓഫ് 3 എലമെന്റ്സ് ടു എ സെറ്റ് ഓഫ് 4 എലമെന്റ്സ്. നമുക്കൊരു ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് എയിൽ നിന്നും ബിയിലേക്കുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കാർഡിനാലിറ്റി ഓഫ് ബി റേസ് ടു കാർഡിനാലിറ്റി ഓഫ് എ ആണ്. കാർഡിനാലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി ആണ്. അതുപോലെ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറഞ്ഞ ഏതാണ്, 3 എലമെന്റിൽ നിന്നും 4 എലമെന്റിലേക്കുള്ളതാണ്. സോ എന്ത് വരും, 4⁻3 എന്ന് വരും. 4⁻3 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 × 4 × 4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, നമുക്ക് 64 എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്, ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് ക്യാപിറ്റൽ എ ഹാസ് 56 മോർ എലമെന്റ്സ് ഓഫ് എ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി. ദെൻ ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിവിടെ എ എന്ന് പറയുന്ന സെറ്റിൽ എം എലമെന്റ്സ് ഉണ്ടെന്ന് എടുത്തു, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന സെറ്റിൽ എൻ എലമെന്റ്സ് ഉണ്ടെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്, എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ എം എലമെന്റ് ഉണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്, തിയറിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, പ്ലസ് ടുവിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2⁻m ആയിരിക്കും. സോ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് എ എന്ന് പറയുന്നതിനകത്ത് എത്ര എണ്ണം ഉണ്ട്, അപ്പോൾ 2⁻m സബ്സെറ്റ് ഉണ്ട്. ബിക്കകത്ത് എത്ര എണ്ണം ഉണ്ട്, 2⁻n സബ്സെറ്റ് ഉണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ഫൈനൈറ്റ് സെറ്റ് എ ഹാസ് 56 മോർ ദാൻ ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എയുടേത് എത്രയായിരുന്നു, 2⁻m ആണ്, അത് 56 മോർ ദാൻ എന്തായിരിക്കും, ബിയുടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, 2⁻m മൈനസ് 2⁻n എന്ന് പറയുന്നത് എത്ര കിട്ടണം, 56 കിട്ടണം. അങ്ങനെയുള്ള എമ്മും എന്നും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. സപ്പോസ് m = 3 എടുത്തു. m = 3 എടുത്തു കഴിഞ്ഞാൽ 2³ എന്ന് പറയുന്നത് എത്രയാണ്, 8 ആണ്. 8 മൈനസ് ഏത് വാല്യൂ വന്നാലും ഒരിക്കലും എന്ത് കിട്ടില്ല, നമുക്ക് 56 കിട്ടില്ല. സോ ഓപ്ഷൻ എ തെറ്റാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ m = 6 എടുത്തു. സോ m = 6 എടുക്കുമ്പോൾ 2⁻6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്, 5 എന്ന് പറഞ്ഞാൽ 32, 6 എന്ന് പറയുമ്പോൾ എത്ര വരും, 64 വരും, അല്ലേ? സോ 64 ഞാൻ m = 6 ആണ് എടുക്കുന്നത്. അപ്പോൾ എത്ര വന്നു, 2⁻6, അതായത് 64 മൈനസ് എന്തെന്ന് വരും, 2⁻n = 56 വരുന്ന n ഉണ്ടോ എന്ന് നോക്കുക. നോക്കി, n = 1 വന്നാൽ 62 ആണ് വരുന്നത്, അല്ലേ? അത് വരത്തില്ല. n = 2 വന്നാൽ എത്ര വരും, 60 വരും, അല്ല, n = 2 വന്നാൽ 60 ആണ് വരുന്നത്. n = 3 എടുക്കുമ്പോൾ എത്ര വരും, 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 64 മൈനസ് 8 = എത്ര എന്ന് കിട്ടും, നമുക്ക് 56 എന്ന് കിട്ടും. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, m = 6 ആയിരിക്കും. അതുപോലെ തന്നെ n എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്ക് ഏത് കറക്റ്റ് ആണെന്ന് പറയാം, ഓപ്ഷൻ ബി കറക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്,
ഒരു സെറ്റിൽ m എലമെന്റ്സ് ഉണ്ടെങ്കിൽ എത്ര സബ്സെറ്റ് കാണും? 2m സബ്സെറ്റുകൾ കാണും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് A എന്ന് പറയുന്ന സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണം 56 മോർ ദാൻ എന്താണ് B എന്ന് പറയുന്ന സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണമാണ്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2m ഈക്വൽ ടു 56 പ്ലസ് 2n എന്ന് എഴുതാം. അതിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് എത്തി. ഇനി നമ്മൾ ജസ്റ്റ് ഓപ്ഷൻ വെരിഫൈ ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ആണ്. എയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? m ആണ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ m ഈക്വൽ ടു നമ്മൾ 3 നോക്കി, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. m ഈക്വൽ ടു 6 എടുത്തപ്പോൾ n ഈക്വൽ ടു 3 എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ f of x ഈക്വൽ ടു mod x minus 5 ഡിവൈഡഡ് ബൈ x minus 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മോഡുലസ് ഓഫ് എക്സിനെ എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? മോഡുലസ് ഓഫ് x ഈക്വൽ ടു എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് എക്സ് വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലെ? ഈക്വൽ ടു 0 ഇല്ലാതെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കി മോഡുലസ് ഓഫ് എക്സിനെ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5നെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? മോഡുലസ് ഓഫ് എക്സ് മൈനസ് 5 ഈക്വൽ ടു എക്സ് മൈനസ് 5 വെൻ എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഓഫ് എക്സ് മൈനസ് 5 വെൻ എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന് മോഡ് എക്സ് മൈനസ് 5നെ നമുക്ക് രണ്ടായിട്ടാണ് എഴുതാൻ പറ്റുന്നത്. എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് 5 ആയിട്ട് എഴുതാം, അതുപോലെ മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ആയിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെ വരും? എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 എപ്പോഴായിരിക്കും? വെൻ എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ഓഫ് എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 വെൻ എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ഇവിടെ നിന്ന് എന്ത് വരും? ഇത് രണ്ടും കട്ടായി പോയി. വാല്യൂസ് ഏതൊക്കെ വരും? 1ഉം മൈനസ് 1ഉം വരും. 1 എപ്പോഴാണ് വരുന്നത്? എക്സ് മൈനസ് 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യിൽ 1ഉം എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0യിൽ എത്രയായിരിക്കും വരുന്നത്? മൈനസ് 1ഉം ആയിരിക്കും വരുന്നത്. സോ എഫ് ഓഫ് എക്സിന് ആകെ 2 വാല്യൂ വരുന്നുള്ളൂ. ഏതൊക്കെയായിരിക്കും? 1ഉം മൈനസ് 1ഉം ആയിരിക്കും വരുന്നത്. സോ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനസ് 1ഉം 1ഉം ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1 1 ആണ്. പക്ഷെ നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ മൈനസ് 1 1 അല്ല കിട്ടുന്നത്, 1ഉം മൈനസ് 1ഉം ആണ് കിട്ടുന്നത്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ഓഫ് 6 എലമെന്റ്. 6 എലമെന്റ് ഉള്ള സെറ്റിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2n ആണ് അല്ലെ? 2n ആണ്. ഇവിടെ 6 എലമെന്റ്സ് ആണുള്ളത്. 6 എലമെന്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 2/6 ആയിരിക്കും വരുന്നത്. 2/6 എന്ന് പറയുന്നത് എത്രയാണ്? 64 ആണ്. സോ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് ഫംഗ്ഷനും റിലേഷനും വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഫംഗ്ഷൻ റിലേഷനകത്ത് ഈ ഒരു ടൈപ്പ് ഒക്കെ ആയിരിക്കും വരുന്നത്. നമ്പർ ഓഫ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, നമ്പർ ഓഫ് 1 ഫംഗ്ഷൻ, ഓൺ-ടു ഫംഗ്ഷൻ, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ഒരു റിലേഷൻ തന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ഇങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത. ഓക്കെ, താങ്ക് യു.